JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ കാണുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. സിവിൽ പോലീസ് ഓഫീസർ തസ്തികയില് പ്രതീക്ഷിത ഒഴിവ് കൂടി കണ്ട് 2043 പേരെ നിയമിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് കേൾക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പല ജില്ലകളിലും നിയമന ശുപാർശ അയച്ചു തുടങ്ങിയതായും PSC അറിയിച്ചു. 2025 ജൂൺ വരെ ഉണ്ടാകുന്ന വിരമിക്കൽ ഒഴിവുകൾ കണക്കാക്കിയാണ് CPO പരിശീലനത്തിന് ഇത്രയും പേരെ നിയമിക്കുന്നത്. 9 മാസത്തെ പരിശീലനത്തിന് ശേഷമാകും ഇവരുടെ നിയമനം. 2024 PSC നിയമന ശുപാർശകളുടെ എണ്ണം 30,000 കടന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത കൂടി ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് 30,363 പേർക്കാണ് ഈ കാലയളവില് വിവിധ തസ്തികകളിലേക്ക് നിയമന ശുപാർശ അയച്ചിട്ടുള്ളത്. സാമ്പത്തിക പ്രതിസന്ധിയാൽ PSC നിയമനങ്ങള് നടക്കുന്നില്ല എന്നുള്ള വാർത്തകളൊക്കെ പൊതുവെ പത്രമാധ്യമങ്ങളിൽ കൂടിയൊക്കെ ധാരാളമായിട്ട് പ്രചരിക്കുന്ന അവസരത്തില് ഈ കുതിപ്പ് ഡിസംബർ പൂർത്തിയാകുമ്പോൾ ഏകദേശം ആകെ മൊത്തം 34,000 കടക്കുമെന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ആവശ്യ മേഖലകളിലൊക്കെ തന്നെ പുതിയ തസ്തികകൾ സൃഷ്ടിച്ചും നിലവിലുള്ള ഒഴിവുകളൊക്കെ തന്നെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതും നിയമനങ്ങൾ വർദ്ധിപ്പിച്ചു. കൂടാതെ 6 മാസത്തെ പ്രതീക്ഷിത ഒഴിവുകളൊക്കെ മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്യാൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തതോടെ അടുത്ത വർഷത്തെ പ്രതീക്ഷിത ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനും നിർദ്ദേശങ്ങൾ നൽകി വരുന്നുണ്ട്. 2016 മെയ്യില് LDF സർക്കാർ വന്ന ശേഷം 2,65,700 പേർക്കാണ് നിയമന ശുപാർശ നൽകിയത്. LD ക്ലർക്ക് തസ്തികയിലാണെങ്കിൽ പോലും 10,511 ലാസ്റ്റ് ഗ്രേഡ് തസ്തികയില് 7,800 നിയമന ശുപാർശ അയച്ചു കഴിഞ്ഞു. മറ്റു സംസ്ഥാനങ്ങളിൽ 10,000-ൽ താഴെ നിയമനവുമായി PSC നോക്കുകുത്തിയാകുമ്പോഴാണ് കേരള PSCയുടെ ഈ നേട്ടം. ഒരു റാങ്ക് ലിസ്റ്റ് കാലാവധി ആകുമ്പോൾ തന്നെ പുതിയ നിലവിൽ വരുന്ന വിധം കൃത്യമായ ആസൂത്രണമാണ് PSC നടപ്പാക്കുന്നത്. അതുതന്നെ കൂടുതൽ നിയമനങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ്. ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ നിയമനങ്ങള് വളരെ കുറവാണ് എന്നൊക്കെ പറഞ്ഞ് പൊതുവെ PSCയില് പറയാറുണ്ട്. പക്ഷേ നിയമനങ്ങൾ ഇപ്പോൾ തന്നെ നിലവില് 30,000 കടക്കുകയും ഡിസംബർ കഴിയുന്നതോടുകൂടി 34,000-ന് മുകളിലാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അധികൃതർ എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ PSC നിയമനങ്ങള് കേരള PSCയുടെ നിയമനങ്ങള് മറ്റ് ജില്ലകളിൽ നിന്ന് വച്ചു നോക്കുമ്പോൾ കൂടുതൽ നിയമനങ്ങൾ കേരള PSCയിൽ നടക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ധാരാളം അവസരങ്ങൾ പുതിയ തസ്തികകളൊക്കെ സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ നിലവിലുള്ള ഒഴിവുകളൊക്കെ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നിയമനങ്ങളൊക്കെ വർദ്ധിപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ പൊതുവെയുള്ള അഭിപ്രായങ്ങളെ എല്ലാം തന്നെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഈ കണക്കുകളൊക്കെ പുറത്തു വരുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ നല്ല രീതിയിൽ പഠിക്കുകയും നല്ല രീതിയിൽ പരിശ്രമിക്കുകയും ചെയ്താൽ ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. CPO-കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടിയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് വളരെയധികം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.